എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇഷിത വേദയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വേദയുടെ മുറിയിൽ വെച്ച് വിക്രമിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇഷിത ചെയ്തു കൊടുക്കുന്നു. അതിനിടയിൽ ഇഷിത ഒരു കാര്യം കൂടി വേദയോട് ചോദിക്കുന്നുണ്ട്. വിക്രമിൻ്റെ നേതാവായിട്ടുള്ള ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കേസ് വാദിക്കുന്നത് വേദയാണോ? ആ കേസിൽ വിക്രമിൻ്റെ പേര് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇത് കേട്ടപാടെ വേദ, ഞാനത് വിക്രമിനോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇനി അതുകൂടി കേട്ടിട്ട് പേടിയാവാനായിട്ട്. എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം എനിക്ക് പേടിയൊന്നുമില്ലെന്ന് ദേഷ്യത്തോടെ വേദയോട് പറയുന്നു. ഇതെല്ലാം കണ്ടു നിന്ന് ഇഷിത, ഇനി രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് അടിയുണ്ടാക്കണ്ട, ഞാനങ്ങ് പോയേക്കാം. ഈ സമയത്ത് ഡോറിൽ ആരോ മുട്ടുന്നണക്ക് വേദിക്ക് മനസ്സിലാവുന്നു. അത് ദീപ്തിയായിരുന്നു. ഇഷിതയ്ക്കുള്ള ജ്യൂസുമായി വന്ന ദീപ്തിയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേദ വെപ്രാളപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ദീപ്തിക്ക് എന്തോ സംശയം തോന്നുന്നു. വേദയുടെ മുറിയിൽ ചെന്ന് ജ്യൂസ് കൊടുത്ത ശേഷം മടങ്ങുന്ന ദീപ്തിയോട് അമ്മ ചോദിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കുട്ടിയെ താഴേക്ക് വിളിച്ചോണ്ട് വരാനായിട്ട്, എന്നിട്ട് നീ അതൊന്നും പറഞ്ഞില്ലേ? അതിനെന്തെങ്കിലും കഴിക്കാൻ കൂടി കൊടുക്കാമായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ദീപ്തി ദേഷ്യത്തോടുകൂടി, എനിക്ക് അമ്മ തന്നെ നേരിട്ട് ചെന്ന് അങ്ങോട്ട് വിളിക്കുക. ജ്യൂസുമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് തൽക്കാലത്തേക്ക് അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ആഞ്ഞ് ആ ഡോർ അടയ്ക്കുകയായിരുന്നു. എന്നെ ഒന്നും മുറിക്ക് അകത്തോട്ട് പോലും കയറ്റി വിട്ടില്ല. രണ്ടാളും കൂടി എന്തോ ഭയങ്കര ഡിസ്കഷനാണ്. ഇത് കേൾക്കുന്ന വർഷ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ, ഞാനും കൂടെ അറിയണമല്ലോ എന്താ കാര്യമെന്ന്. വേഗം എന്തായാലും ചെന്ന് നോക്ക്, അകത്തേക്ക് പോലും കയറ്റില്ലെന്ന് ദീപ്തി പറയുന്നുണ്ട്. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ആവേശത്തോടു കൂടി വർഷ അവിടേക്ക് പോകുന്നു. അങ്ങനെ ഇഷിതയും വിക്രമും വേദയും കൂടെ സംസാരിച്ചിൽക്കവേ തന്നെ വർഷേച്ചി വന്ന ഡോറിൽ മുട്ടുന്നു. വേദ സഹി കെട്ടെന്നോണം വാതിൽ തുറന്നു കൊടുക്കുന്നു. ആ സമയം തന്നെ ഇഷിതയും പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഇഷിതയൊന്ന് പരിചയപ്പെടാൻ വന്നതാണെന്നാണ് വർഷേച്ചി പറയുന്നത്. എന്തായാലും പുതിയൊരാൾ വന്നതല്ലേ, ഞാൻ താഴേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു എന്ന് ഇഷിത മറുപടിയും പറയുന്നുണ്ട്. എങ്കിൽ വേഗം രണ്ടാളും താഴേക്ക് വാ. ഇത്രയും പറഞ്ഞു നിൽക്കവേ തന്നെ വർഷേച്ചിയുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നു. ആ മുറിയിൽ നിന്ന് മരുന്നിൻ്റെ മണം വല്ലാണ്ട് വരുന്നു. ഇതെന്താ മരുന്നിൻ്റെ മണം? അതും വേദയുടെ മുറിയിൽ നിന്ന്. വേദയുടെ അനുവാദം കൂടാതെ തന്നെ വർഷേച്ചി ആ മുറിക്കകത്തേക്ക് കയറുന്നു. കയറിയ പാടെ അവിടെ എല്ലാം പരതുന്നു. ഇത് കാണുന്ന വേദ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടിയേ? ഞാനൊരു തൈലമെടുത്ത് എൻ്റെ ദേഹത്ത് തേച്ചതാണ്, അല്ലെങ്കിലും വർഷേച്ചിക്ക് പണ്ടേ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് വർഷയോട് തട്ടിക്കയറുന്നു. ഈ സമയത്തിൽ വിക്രം ആരും അറിയാതെ തന്നെ ആ മുറിയിൽ ഒളിക്കുന്നുണ്ട്. വേദയും വർഷേച്ചിയും തമ്മിൽ ചെറിയ വഴക്കുണ്ടാവുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മുതൽ വർഷേച്ചിയുടെ പെരുമാറ്റം മൊത്തത്തിൽ വേറെ രീതിയിലാണ്. മതി, നീ എന്തായാലും ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് എന്നെ താഴ്ത്തി കെട്ടണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് മടങ്ങുന്നു. ഇത്രയും നേരം വിക്രം എല്ലാ സാധനങ്ങളും എടുത്ത് വേദയുടെ മുറിയിലെ ബാത്റൂമിലാണ് ഒളിച്ചിരിക്കുന്നത്. ഈ സമയം പുറത്തു നടക്കുന്നത് മറ്റൊന്നായിരുന്നു. ശ്രീകാര്യം ശ്രീനിവാസനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ടി വക്കീല് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് ചാർത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അയാളെ പുറത്തുവിടാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ആ പോലീസ് ഓഫീസർ വക്കീലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വക്കീൽ എന്തായാലും ചെല്ല്, ആള് 2 ദിവസം അകത്ത് തന്നെ കിടക്കട്ടെ. അതിനുശേഷം വക്കീലും വിക്രമിന്റെ സുഹൃത്തുക്കളും ശ്രീനിവാസനെ കാണുവാനുള്ള അനുവാദം മേടിക്കുന്നു. അവർക്കത് നൽകുന്നുമുണ്ട്. അങ്ങനെ അവർ ശ്രീനിവാസനോടെ സംസാരിക്കുന്നു. ഇത്രയും കാലം തൻ്റെ കൂടെ നിന്ന് പൊളിക്കാൻ തന്നെ ഒറ്റിയതാണ് ഇതിനെല്ലാം കാരണം. അത് ശരിവെച്ചുകൊണ്ട് വക്കീലും പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ, പുളിക്കനെ ആരോ മനഃപൂർവ്വം കരുവാക്കുന്നതാണ്. അയാളെ നമുക്കെതിരെയുള്ള ആയുധമാക്കി ആരോ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം വക്കീലിനോട് ഒരു കാര്യം കൂടി ശ്രീനിവാസൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിന്ന് പോയ ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നേരെ പാർട്ടി ഓഫീസിൽ ചെന്ന് അവിടെയുള്ള എല്ലാവരോടും കാര്യം അവതരിപ്പിക്കണം. മാത്രമല്ല ഇങ്ങോട്ടേക്ക് കാണാനായിട്ട് ഇനി ആരും വരേണ്ടതില്ലെന്ന് കൂടി പറയണം. കൂടാതെ ഞാൻ പുറത്തിറങ്ങുന്നത് വരെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുതെന്നും അവരോട് ഉറപ്പ് തരാൻ പറയണം. ഇതേസമയം വർഷയുടെ അച്ഛനും ശ്രീയേട്ടനും MLA വാസവനും കൂടി വിക്രമിൻ്റെയും ശ്രീകാര്യം ശ്രീനിവാസൻ്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷയുടെ അച്ഛൻ അയാളുടെ പറയുന്നു, ഇതാ കണ്ടില്ലേ, വക്കീൽ പോയിട്ട് തന്നെ എന്തായി? പോയ പോലെ തന്നെ മടങ്ങേണ്ടി വന്നില്ലേ? ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിപ്പോൾ നാളെ കോടതിയിൽ വെച്ചാണെങ്കിൽ പോലും. ഇനി എന്തായാലും എനിക്ക് പ്രോസിക്യൂട്ടറെ പോയി ഒന്ന് കാണണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കൂടി ശരിയാക്കാനായിട്ട്. എന്തായാലും അയാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പായി തന്നെ ഇലക്ഷൻ അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി അവർക്ക് ജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇതെല്ലാം കേട്ടിട്ടും യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതിരിക്കുന്ന വാസവനോടായി അവർ ചോദിക്കുന്നു, ഇതെല്ലാം കേട്ടിട്ടും എനിക്കിനി സന്തോഷിക്കാൻ എന്താണുള്ളതെന്നാണ് വാസവൻ ചോദിക്കുന്നത്. തനിക്ക് തൻ്റെ മകനെയല്ലേ നഷ്ടമായത്? അതിനുശേഷം വാസവൻ സംസാരിച്ചു തുടങ്ങുന്നു. ശ്രീനിവാസനിപ്പോൾ ജയിക്കുകയാണെങ്കിൽ പോലും അതെനിക്കൊരു പ്രശ്നമല്ല. ശ്രീനിവാസൻ അവനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കൂടിയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. എന്നാൽ ഇത് കേൾക്കുന്ന ശ്രീയേട്ടൻ, അതിനൂടെ വേണ്ടിയല്ലേ ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്? ശ്രീനിവാസനെ ഒതുക്കിയിട്ട് വേണം നമുക്ക് വിക്രമിനെ പിടിയിലാക്കാൻ.
എന്തൊക്കെയായാലും അധികാരത്തിൽ വന്നാലും നമ്മൾ തമ്മിൽ കാണേണ്ട ആളുകളല്ലേ എന്നാണ് ശ്രീയേട്ടൻ പറയുന്നത്. മാത്രമല്ല, ഇലക്ഷൻ ജയിക്കുന്ന ആ വേളയിൽ തന്നെ വിക്രം മരിച്ചു എന്നുള്ള വാർത്ത കൂടി MLA തേടിയെത്തും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹായം, അതിപ്പോൾ സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ കൂടി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് MLA വാക്ക് കൊടുക്കുന്നു. ഈ സമയം വേദയുടെ വീട്ടിൽ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വർഷയും അതേപോലെ ദീപ്തിയുമുണ്ട്. ഭക്ഷണം കഴിക്കാതെ മടിച്ചിരിക്കുന്ന ദീപ്തിയോട് വർഷയും അതേപോലെ അമ്മയും സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, കളിയാക്കൽ രൂപേണ വർഷ പറയുന്നുണ്ട്, വിരഹദുഃഖമല്ലേ, അത് പയ്യെ മാറിക്കോളും. ഇത് കേൾക്കുന്ന ദീപ്തി ദേഷ്യത്തോടുകൂടി, അത് ശ്രീയേട്ടൻ ഇല്ലാതാവുമ്പോൾ വർഷേച്ചിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ പാടെ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകുന്നു. ഇതേ സമയം തന്നെയാണ് വേദ താഴേക്ക് വരുന്നത്. വേദയെ കണ്ടുപാടെ അമ്മ, നീ വാ മോളെ, ഭക്ഷണം കഴിക്കാമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ വേണ്ട, ഞാൻ മുറിയിൽ പോയിരുന്ന് കഴിച്ചോളാമെന്നാണ് വേദ പറയുന്നത്. ഇത് കേൾക്കുന്ന വർഷ, അതെന്താ ഞങ്ങളോടിരുന്ന് കഴിക്കാനായിട്ട് നിനക്ക് അയിത്തമുണ്ടോ? അയിത്തം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും ഈ വീട്ടിൽ ആർക്കാണുള്ളതെന്ന് വേദ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു. മാത്രമല്ല, ഡൈനിങ് ടേബിളിലാണ് മിക്ക വഴക്കുകളും തുടങ്ങുന്നത് തന്നെ. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിൽ വിക്രമിനും വേദയ്ക്കും ഒരുമിച്ചുള്ള ഭക്ഷണം എടുക്കുന്നു. ഇത് കണ്ടപാടെ വർഷയും അമ്മയും സംശയത്തോടുകൂടി നോക്കുന്നുണ്ട്. വർഷിച്ച് ചോദിക്കുന്നുമുണ്ട്, നീ എന്തിനാ ഇത്രയ്ക്കും ഭക്ഷണം എടുക്കുന്നത്? എന്നാൽ ഇത് കേൾക്കുന്ന വേദ മറുപടിയായി ദേഷ്യത്തോടു കൂടി, എന്താ ഇനി അതിനും കണക്കുണ്ടോ? എങ്കിൽ പിന്നെ ഞാൻ എടുക്കുന്നില്ലെന്ന് വെക്കാം. അമ്മ ഇപ്പോൾ വേദയോട് പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് വേഗം തന്നെ പോയിക്കോ. അവിടെ നിന്ന് വേദ മടങ്ങിയ പാടെ അമ്മ വർഷയോടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അവൾക്ക് ഡിപ്രഷനായി എന്നാണ്. അതുകൊണ്ടാന്ന് തോന്നുന്നു അളവിൽ കൂടുതൽ ഭക്ഷണം അവൾ കഴിക്കുന്നത്. തിരിച്ച് മുറിയിലെത്തിയ പാട് വേദ വിക്രമിനെ വിളിച്ചുണർത്തുന്നുണ്ട്. എന്താ വിക്രം ഇത്, ഡോറ് ലോക്ക് ചെയ്യണോന്ന് അറിയത്തില്ലേ? ആരെങ്കിലും വന്ന് കയറി എല്ലാം കണ്ടിരുന്നെങ്കിലോ ഇപ്പം എന്തായേനെ? നീ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് വിക്രമിൻ്റെ മറുപടി. പ്ലേറ്റിൽ ഒരുപാട് ഭക്ഷണം കണ്ട വിക്രം, ഇതെന്താ ഇത്രയും ഭക്ഷണം വാരിക്കൂട്ടിയിരിക്കുന്നത്? ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? നമുക്ക് രണ്ടാർക്കൂടെ കഴിക്കാനുള്ളതാണെന്നാണ് വേദയുടെ മറുപടി. എനിക്ക് കൈവയ്യാത്തത് കൊണ്ട് ഇതിപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കാനാ? സ്പൂണുമില്ലല്ലോ. ഞാനത് മറന്നെന്നും. സാരമില്ല, നമുക്ക് വഴി ഉണ്ടാക്കാം. വേഗം പോയി വാ കഴുകി വരാനായിട്ട് വിക്രമിനോട് വേദ ആവശ്യപ്പെടുന്നു. അതിനുശേഷം വേദ വിക്രമിനായി ഭക്ഷണം വാരി കൊടുക്കുകയാണ്. തനിക്കായുള്ള ഭക്ഷണം വേദ വാരി തരുന്നത് കണ്ട് ആദ്യം ഒന്ന് കഴിക്കാൻ മടിക്കുന്നു. മാത്രമല്ല, വേദയോട് പറയുന്നുണ്ട്, അല്ല, ഭക്ഷണം ഇങ്ങനെ വാരിത്തന്ന എന്താ ഞാൻ വാരിത്തന്ന കഴിക്കാൻ പറ്റത്തില്ലേ എന്നാണ് വേദയുടെ ചോദ്യം. അതുകൊണ്ടല്ല, അല്പനേരം ഒന്ന് മടിച്ചു നിന്ന ശേഷം ആ ഭക്ഷണം കഴിക്കാനായിട്ട് വിക്രം കൂട്ടാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.